വേൾഡ് കപ്പ് സീരീസിൽ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല കേട്ടോ. കാരണം നമ്മളതിന്റെ അയലത്ത് പോലും ഇല്ലല്ലോ. അപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. I love Indian food to be honest. I love the lamb chops and I love the butter chicken. That's my favorite and the garlic naan. എന്നാ പിന്നെ ഹാളൻഡിന് ഇഷ്ടമുള്ള ബട്ടർ ചിക്കൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മൂപ്പരിപ്പോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണല്ലോ. പലരും പല രീതിയിലാണ് കേട്ടോ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. റെസിപ്പി ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചോളി. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. ഹാളണ്ട് പറഞ്ഞതുപോലെ ഇതിന്റെ കൂടെ ഞാനും കഴിക്കാൻ ഗാർലിക് നാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ. ഏർലിൻ ഹാളണ്ട് നോർവേയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന സൂപ്പർ സ്ട്രൈക്കർ. മോൾഡയിൽ കഴിവ് മിനുക്കിയ ഹാളണ്ട് റെഡ് ബുൾ സാൽസ്ബർഗിൽ യൂറോപ്പിനെ അമ്പരപ്പിച്ചു. തുടർന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടിലും പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റിയിലും ഗോൾമയ പെയ്ച്ച് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫോർവേഡുമാരിൽ ഒരാളായി മാറി. 2019 മുതൽ നോർവേ ദേശീയ ടീമിന്റെ ജേഴ്സി അണിയുന്ന ഹാളണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററായി മാറി. ക്വാർട്ടർ ഫൈനലിൽ നോർവേ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോവുകയാണ്. ഫുട്ബോൾ ലോകത്ത് വലിയ ട്രോഫികൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും ഇന്ന് ഏറ്റവും അപകടകാരികളായ യൂറോപ്യൻ ടീമുകളിൽ ഒന്നാണ് നോർവേ. കരുത്തും വേഗതയും അറ്റാക്കിംഗ് ഫുട്ബോളും ഒത്തുചേരുന്ന ഈ ടീം 2026 വേൾഡ് കപ്പിൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ നോർവേ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശക്തമായ പ്രതിരോധവും കൃത്യമായ ഫിനിഷിംഗും ടീമിനെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിച്ചു. ഹാളണ്ടിന്റെ ഗോൾ വേട്ടയും മാർട്ടിൻ ഒഡേഗാർഡിന്റെ മധ്യനിര നിയന്ത്രണവും നോർവേയുടെ ഏറ്റവും വലിയ കരുത്തായി മാറി. ഇനി നിർണായക ക്വാർട്ടർ ഫൈനലാണ്. ഒരു ജയം കൂടെ നേടിയ ചരിത്രത്തിൽ ആദ്യമായി വേൾഡ് കപ്പ് ഫൈനലിലേക്ക് നോർവേ മുന്നേറും. അതിനാൽ ഈ മത്സരം നോർവേക്കും അവരുടെ ആരാധകർക്കും അതീവ നിർണായകമാണ്. ചരിത്രമെഴുതാനുള്ള അവസരം നോർവേയുടെ മുന്നിലുണ്ട്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നറിയാൻ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർലിക് നാനിന്റെ റെസിപ്പിയുമായിട്ട് അടുത്ത പോസ്റ്റിൽ കാണാം. താങ്ക്